ശക്തൻ തമ്പുരാന്റെ തട്ടകമെന്നും സാംസ്കാരിക നഗരി എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ നഗരത്തെ ഇപ്പോൾ പുലികളുടെ നഗരമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പുലികൾ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഇടമായി തൃശൂർ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുലികളുടെ വിളയാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഈ പുലിക്കളി കാണുക. പെൺപുലികളടക്കം, കുട്ടിപ്പുലികളടക്കം, കരിമ്പുലികളടക്കം, ലിംഗ ജാതി ഭേദങ്ങളൊന്നും അറിയാൻ കഴിയാത്ത രീതിയിൽ ഒരേ ഒരു പുലികൾ, പുലികൾ, എല്ലാവരും പുലികളായി മാറുന്ന, ആരെയും ദ്രോഹിക്കാത്ത, ആരെയും കടിച്ചു പറിക്കാത്ത, ആരുടെയും ചോര കുടിക്കാത്ത, അത്രമേൽ സന്തോഷം പകരുന്ന, ഓണത്തിൻ്റെ സന്ദേശം മറ്റൊരു രീതിയിൽ അടുത്ത ഓണക്കാലം വരെ തുടരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ താളാത്മകമായി നൃത്തം വെച്ചുകൊണ്ട്, ചുവടുകൾ വെച്ചുകൊണ്ട് ഇതാ പുലികൾ സാംസ്കാരിക നഗരിയുടെ വെയിലൊതുങ്ങി ശാന്തമായ സായാഹ്നത്തെ അർത്ഥഗർഭമാക്കിക്കൊണ്ട് സന്തോഷപൂർണ്ണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആന്റണി ജോർജ് ആ പുലികളിയുടെ ആവേശം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നു. ആന്റണിയിലേക്ക്. പുലികൾ ഇങ്ങനെ ഒന്നും രണ്ടുമല്ല 300-ലധികം പുലികളാണ് എനിക്ക് പിന്നീടോടെ കടന്നു പോകാൻ എത്തിക്കുന്നത്. സ്വരാജിലേക്ക് നമ്മൾ നേരിട്ട് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പട്ടുകളായിരിക്കും അതുപോലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. വെറൈറ്റി കണക്കിലുള്ള പുലികളാണുള്ളത്. അവിടെ കാണാൻ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കടൽ കണക്ക് ജനങ്ങൾ ഒത്തിരിച്ച് 100 കണക്കിന് ആളുകൾ ഈ അണിനിരക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ മേളം, ആ താളത്തിനൊപ്പം, ചെണ്ടയുടെ താളത്തിനൊപ്പം അരമണിക്കൂർ കുലുക്കി, കുമ്പ കുലുക്കി ആ പുലിക്കൂട്ടമിത പുലിമടകൾ വിട്ട് സ്വരാജ് റൗണ്ടിന്റെ സ്വരാജ് റൗണ്ട് കടന്നു വരികയാണ്. ഈ നമ്മുടെ തൃശ്ശൂർ വേറെ അടുത്ത പുലികളുണ്ട്. തൃശ്ശൂർത്തെ പുലികൾക്ക് മാത്രമാണ് മാർക്കറ്റ്. എന്താണ് അതായത് കേരളത്തിൽ എവിടെ പുലികളുടെ സംസ്ഥാനങ്ങളാണ്. പുലികളിയുടെ ആവേശം തൃശൂർ നഗരിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പുലികളിയുടെ ചരിത്രത്തെക്കുറിച്ച് കൂടി നമ്മൾക്കൊന്ന് ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം, പുലികളി എന്ന് പറയുന്നത് അത്ര വലിയൊരു കളിയാണോ? കുറച്ച് പുലികൾ വരുന്നു, വേഷമിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചുവടുകൾ വിളിക്കുന്നു, അതല്ലാതെ കണ്ട് മറ്റെന്ത് പ്രത്യേകതയാണ് പുലികളിക്കുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പുലികളിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരുന്നു. ആ ചരിത്രത്തിന് 200 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. ശക്തൻ തമ്പുരാനാണ് പുലികളിക്ക് പിന്നിലെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്, ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്ന പട്ടാള ക്യാമ്പിലാണ് പുലിക്കളിയുടെ ആരംഭം എന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം കൂടി നാം കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ഉടുക്കിൻ്റെയും തകലിൻ്റെയും ഒക്കെ താളത്തിനനുസരിച്ചാണ് പണ്ട് മുതലേ പുലികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചെട്ടിക്കൊട്ട് എന്ന ചെണ്ടത്താളത്തിനനുസരിച്ചാണ് പുലികൾ ചുവടുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതിൽ ചീറ്റപ്പുലികളുണ്ട്, വരയൻ പുലികളുണ്ട്, കരിമ്പുലികളുണ്ട്, കടുവപ്പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, മഞ്ഞപ്പുലികളുണ്ട്, ഹിമപ്പുലികളുണ്ട്. അങ്ങനെ വിവിധ പുലികളെ ഈ നിരത്തിൽ ഈ നിമിഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, കഴിഞ്ഞ വർഷം 3 സ്ത്രീകളും പുലികളായി വേഷം കെട്ടിയിരുന്നു. ഇത് പുലികളിയുടെ ചരിത്രത്തിലെ ലിംഗഭേദങ്ങൾ മാറ്റുന്ന ഒന്നാണ്. പുലികളി എന്ന് പറയുന്നത് അരയ്ക്ക് മുകളിൽ പൂർണ്ണ നഗ്നത വേണം. അവിടെ സ്ത്രീകളുടേതുപോലെ സ്തനങ്ങൾക്ക് തുല്യമായ രീതിയിലുള്ള സ്തനമുണ്ടായിരിക്കണം. എന്നാൽ വലിയ കുടവയർ വേണം. മലയാളിയെ സംബന്ധിച്ച് അതിന് പ്രയാസമില്ല. അധികം അധ്വാനിക്കാതെ മുഴുവൻ സമയം ഭക്ഷണം കഴിച്ച് അലസരായി മടി പിടിച്ചിരിക്കുന്ന മലയാളികൾക്കല്ലാതെ മറ്റേത് സമൂഹത്തിനാണ് വലിയ കുടവയറിൻ്റെ ആവശ്യമുള്ള ഈ പുലികളി നടത്താൻ കഴിയുക? അപ്പോൾ കഴിഞ്ഞ വർഷം 3 സ്ത്രീകൾ കൂടി പുലികളായിട്ട് വേഷമിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും പുലികളിയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന ഒരു പുരുഷാധിപത്യ ബോധത്തിന് ഒരു വലിയ തിരിച്ചടി എന്നുള്ള രീതിയിൽ പുലികളിയിലേക്ക് സ്ത്രീകൾ കൂടി വരുന്നു. കുട്ടികളും ഉണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൻ്റെ തനതായ കലാരൂപം ഇതാ തൃശ്ശൂരിൻ്റെ തെരുവീതികളിലൂടെ ആനന്ദ നൃത്ത ചുവടുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുലിക്കളി അഥവാ കടുവക്കളി. ഓണക്കാലങ്ങളിൽ മാത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്ന പുലികൾ. മറ്റു കാലങ്ങളിലൊക്കെ കാടിറങ്ങി പുലികളും സിംഹങ്ങളും ആനകളും നമ്മുടെ ജീവിതത്തെ നരകയാതനയുള്ളതാക്കി തീർക്കുമ്പോൾ ഇപ്പോൾ ഇതാ അതൊന്നുമില്ലാത്ത ഈ പുലികൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, സന്തോഷിപ്പിക്കുന്നു. മേഘ്ന മുരളീധരൻ ആ പുലികൾക്കിടയിൽ നിന്ന് പുലി വർത്തമാനം പറയും. ഇനി മേഘ്ന. ഇവിടെ നമ്മൾ അത്രയേറെ ആവേശത്തിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എത്രത്തോളം ആവേശമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടെ ഈ പുലികളായി എത്തിയവർക്ക്, നൃത്തം ചവിട്ടുന്നവർക്കൊക്കെ ഉള്ളത് എന്നുള്ളത്. ഈ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ പുലികൾ ഇവിടെ
നമ്മൾ ഈ കാണുന്നത് വെറുതെ നമ്മൾ രാവിലെയൊക്കെ ഒരു ചവിട്ടിയ ഒരു നൃത്തം പോലെയല്ല എന്ന് തോന്നുന്നു. അതൊരു പ്രത്യേക ചെട്ടിക്കൊട്ടെന്നാണ് ഈ ഒരു കൊട്ടിന് അല്ലെങ്കിൽ ഈ ഒരു താളത്തിന് പറയുന്നത്. ആ പുലികളിക്കുണ്ടാകുന്ന ഒരു കൊട്ടിന് പ്രത്യേക തരം ഒരു പേരുണ്ട്, അതിന് ചെട്ടിക്കൊട്ടെന്നാണ് പറയുക. അത് ഓരോ നിമിഷവും ആദ്യം ഒരു പതിഞ്ഞ താളത്തിൽ ഇത് ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ച് അത് പിന്നീട് അത് പുരോഗമിക്കുന്നതോടെ ആരവങ്ങൾ കൂടുന്നതിനനുസരിച്ച് താളത്തിന്റെ മേളത്തിന്റെ മട്ട് മാറും. പിന്നെ അതിനനുസരിച്ച് ഈ മേളത്തിന്റെ മട്ട് മാറി കാളിദാസ്, അതായത് മേളത്തിന്റെ മട്ട് മാറി, അതായത് അവർ ഈ നഗരവീതി, ഒരു ദേശം തന്നെ ഈ നഗരവീതി കീഴടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. അവർ ഈ ചെണ്ടമേളം ഇങ്ങനെ നമുക്ക് പൂരമൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ, തൃശ്ശൂർ പൂരം ഓർമ്മ വരികയാണ്. തീർച്ചയായും കാരണം പൂരം പിന്നെ നമുക്ക് ഈ ഒരു കൊട്ട്, പക്ഷെ എന്താ മേളവും പൂരവും ഇല്ലാതൊരു തൃശ്ശൂർ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. രണ്ടാം പൂരമാണ് ഇവിടെ ഇപ്പം കൊടിയേറിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ഇവിടുത്തെ ഈ ആൾക്കാരൊക്കെ, ഈ തൃശ്ശൂരുകാരടക്കം ഇങ്ങനെ കൂടി നിന്ന് അക്ഷമരായി കാത്തു നിന്ന് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ടാവുക തൃശ്ശൂർ പൂരത്തിന് മാത്രമായിരിക്കും. അവർക്ക് കാലാവസ്ഥയാണെങ്കിലും മറ്റിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, എന്നാലും കാലാവസ്ഥയാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ അവർ ഇങ്ങനെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ വേഷവിധാനം ചെയ്ത്, അതായത് നമ്മൾ പല ദേശങ്ങളിലും പോകുമ്പോൾ പുലർച്ചെ 4 മണിക്ക് അടക്കം ഈ പുലിവേഷങ്ങൾ കെട്ടുന്ന ആൾക്കാർ ഓരോ വേഷങ്ങളും തൃശ്ശൂരിനെ അടയാളപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അത് ചെണ്ടകാരുടെ താളമുണ്ട്, കുടമണിയുണ്ട്, മുഖംമൂടികളുണ്ട്, നിശ്ചല ദൃശ്യങ്ങളുണ്ട്. കാളിദാസ്, എങ്ങനെയാണ് നിശ്ചല ദൃശ്യങ്ങൾ? ഇപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് സീതാറാം മില്ലിന്റെ ടാബ്ലോ ആണ്. ഇതിൽ കൃത്യമായി കാണാം, അത് വളരെ അതിമനോഹരമായി അത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 3 പുലികൾ 4 പുലികൾ എല്ലാം അതിൻ്റെ അകത്ത്, അതിൻ്റെ മുകളിൽ നിന്നിട്ട് താളം ചവിട്ടുന്നുണ്ട്. അവരുടേതായ പുലികളിയുടെ തന്നെ തനത് ശൈലിയാണ്. അത്തരത്തിലൊരു വളരെ വേഗത്തിൽ കളിക്കുന്ന, വേഗത്തിലുള്ള ചടുലമായ ചുവടുകളല്ല ശരിക്കും പറഞ്ഞാൽ പുലികളിയുടേതെന്ന് പറയുന്നത്. വളരെ പതിഞ്ഞ രീതിയിലാണ് ഇത് കളിച്ചു പോകുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീതാറാം മിൽ ദേശത്തിൻ്റെ ടാബ്ലോ ആണ്. വളരെ മികച്ച രീതിയിലുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പെൺപുലിയെ കാണാം. ഈ ടാബ്ലോയിൽ തന്നെ ഒരു പെൺപുലിയെ കാണാം. ബനേഷ്, നമ്മൾ ഈ ടാബ്ലോയിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പെൺപുലിയാണ്, അതായത് നിമിഷയാണ്. അത്രയേറെ അഭിമാനമായതാ ഈ ഒരു സീതാറാം മിൽ ദേശത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിനിധിയായി, സെന്റർ ഓഫ് അട്രാക്ഷൻ ആയാണ് കാണുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ സീതാറാം മില്ലിന്റെ ഈ ഒരു ക്യാമ്പിൽ പോയി നിമിഷയുടെ വേഷവിധാനങ്ങൾ അണിയുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിമിഷ ഇപ്പോൾ ഈ ടാബ്ലോയിൽ ഈ നിശ്ചല ദൃശ്യങ്ങളുടെ മുകളിൽ കയറിയാണ്. ഒരു സ്ത്രീ പ്രാതിനിധ്യം, ഈ പുലിക്കളി ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിന് ഒരു എന്താ പറയാ, കാരണം ഈ ഒരു സീതാറാം മില്ലിലാണ് പ്രധാനമായിട്ട് ഈ ഒരു പെൺപുലിയുള്ളത്. മറ്റ് ദേശങ്ങളിലും ചില സംഘങ്ങളിലും പെൺപുലികളുണ്ട്, വിയൂരൊക്കെ ഉണ്ട്, പെൺപുലിയുണ്ട്, കുട്ടിപ്പുലികളുണ്ട്, 4 വയസ്സുള്ളൊരു കുഞ്ഞു പുലി എന്ന് തന്നെ പറയണം. എല്ലാം ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലൂടെ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ദേശം മാത്രമാണ് ഈ സ്വരാജ് റൗണ്ടിലെ ഈ ഒരു വേദി കൂടി കയറി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഭാഗത്തെ, അതായത് നടുവിലാൽ ഭാഗത്ത് കൂടി ഇപ്പോൾ ഒരെണ്ണമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഈ നടുവിലാൽ ഭാഗത്തേക്കൊക്കെ പല ഭാഗത്തു നിന്നും എത്തിച്ചേരും, മറ്റ് സംഘങ്ങളെല്ലാം എത്തിച്ചേരും. ഇപ്പോൾ സീതാറാം മില്ലിന്റെ ടാബ്ലോ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശത്തിനൊരു കുറവുമില്ല, ജനാരവങ്ങൾക്കും കുറവൊന്നുമില്ല. ാണ് വളരെ നല്ല രീതിയിൽ പുലിയാണ്. ഓരോ സംഘങ്ങളും 7 സംഘങ്ങളാണുള്ളത്. അതിൽ മൊത്തം 357 പുലികളാണ് ഉള്ളത്. ഓരോ സംഘത്തിലും 51 പുലികൾ വീതമുണ്ട്. അങ്ങനെ 357 പുലികൾ എല്ലാ സംഘങ്ങളിലായുമുണ്ട്. അതിൽ വനിതാ പുലിയുണ്ട്, കുട്ടിപ്പുലികളുണ്ട്. എല്ലാ തരത്തിലും ആവേശക്കടലിലാണ് ഇവിടുത്തെ തൃശ്ശൂരിൽ ജനങ്ങളും അതേപോലെ തന്നെ പുലികളും. അവർ വളരെ പതിഞ്ഞ താളത്തിലാണ് അവർ ചുവടുകൾ വെക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിലെ ആവേശത്തിനൊട്ടും കുറവില്ല. അങ്ങനെയാണ് ബനേഷ് ഇവിടുത്തെ ഈ ഒരു പുലികളി വിശേഷങ്ങളെല്ലാം വിശേഷങ്ങൾ. കേരളത്തിന്റെ തനതായ കലാരൂപം എന്നുള്ള നിലയ്ക്ക്
പുലികളി അഥവാ കടുവക്കളി ഇതാ സീതാറാം മിൽ ദേശത്തിന്റെ മാത്രമാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്ന് അവിടെ അവർ പതിഞ്ഞ താളത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്നു 8ഓളം ദേശങ്ങളുടെ പുലികളികൾ. ഏതായാലും ഓണക്കാലങ്ങളിൽ മാത്രം എത്തുന്ന ഈ പുലികളികൾ എന്ന് പറയുന്നത് ഓണക്കാലത്തിന് ശേഷവും നമ്മുടെ ഓർമ്മയിൽ അടുത്ത ഓണക്കാലം വരെയും തുടരാനിരിക്കുന്ന ആഘോഷത്തിൻ്റെ സൂചനകളാണ്. ഏകദേശം 200 വർഷത്തെ പഴക്കം ഉള്ളതാണ് ഈ പുലികളി എന്ന് പറയുന്നത്. ഉടുക്കും തകിലുമാണ് അതിൻ്റെ വാദ്യങ്ങൾ. പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരൻ കൂടി ഉണ്ടാവും സംഘത്തിൽ. അതുകൊണ്ട് പുലികളി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആ പുലികൾക്ക് പുറമെ ഉള്ള വേട്ടക്കാരനെ കൂടി കാണേണ്ടതുണ്ട്. കടും മഞ്ഞ നിറം, കറുപ്പ് നിറം, ഇതാണ് പ്രധാനപ്പെട്ട ചായങ്ങൾ. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുള്ളത് എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ചിലർക്ക്, പുലികളിയുടെ പ്രത്യേകതകൾ അറിയാത്തവർക്ക് കുറച്ച് പെയിൻ്റ് അടിച്ച് പുലിയുടെ വേഷം ധരിച്ച് തുള്ളിച്ചാടുന്നു എന്നല്ലാതെ മറ്റെന്ത് സവിശേഷതയാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചാൽ ഓർക്കുക, പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിക്കാനുള്ളത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ പുലികളി കാണാൻ എത്തിയിട്ടുള്ള വലിയ ആൾക്കൂട്ടങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്. അവർ അവരുടെ ഓണക്കാല ആഘോഷങ്ങളുടെ അവസാന നിമിഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒത്തുചേരാനും പുലികളെ കാണാനും മനസ്സിൽ വലിയ സന്തോഷത്തിൻ്റെ നിർവൃതിയുമായി മടങ്ങിപ്പോകാനുമാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ രാത്രിയോടുകൂടി ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് പരിസമാപ്തിയാകാൻ വേണ്ടി കൂടിയാണ് ഈ സായാഹ്നത്തെ അവർ കാത്തുവെക്കുന്നത് ഉള്ളിൽ. 4ാം ഓണം നാളിൽ വൈകിട്ട് ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന പുലികളിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നു തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ ടീം അംഗങ്ങൾ. അവരിലേക്ക് ആന്റണി. തീർച്ചയായിട്ടും ബനേഷ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് വിയ്യൂർ യുവജന വിഭാഗത്തിന്റെ പുലികളി സംഘമത വരികയാണ്. മുന്നിലൊരു ഫ്ലോട്ടുണ്ട്, ഒരു നിശ്ചല ദൃശ്യമുണ്ട്. അത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു പിന്നിൽ പുലിക്കൂട്ടം ഈ നാടിളക്കി കാടിളക്കി ഇതാ കടന്നു വരികയാണ്. ഏതായാലും നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചിരുന്നത് ഈ പുലികളിയുടെ ഒരു ചരിത്രം, പുലികളിയുടെ പ്രത്യേകതകൾ, പുലികളി എന്താണ്, അതെങ്ങനെയാണ് ഒരു രൂപപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങളാണ് നന്ദകിഷോർ നമ്മളോട് പറഞ്ഞിരുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോവാം. ഈ പുലി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് തൃശ്ശൂരിലെ പുലികൾക്ക് മാത്രമാണ് ഡിമാൻഡ് കൂടുതലുള്ളതെന്നാണ്. അതെന്താണ് അങ്ങനെ വരാൻ കാരണം? അങ്ങനെ